മനസ്സ് നിറഞ്ഞാണ് ഇവർ ഇവിടെ നിന്ന് പോകുന്നത്. ഇവരുടെ എല്ലാ പ്രാർത്ഥനകളും ഭഗവാൻ കേൾക്കുകയാണ്, അദ്ദേഹം സാധിച്ചു കൊടുക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. അവരുടെ അനുഭവങ്ങളാണ് ശരിക്കും ഈ മണ്ണിലേക്ക് ഒരുപാട് ഭക്തജനങ്ങളെ എത്തിക്കുന്നത്. അന്ന് തൊട്ട് ഞാൻ കൈപിടിച്ചുയർത്തുക. പ്രതീക്ഷയുണ്ട് ഭഗവാൻ കൈവിടത്തില്ല. പ്രതീക്ഷയോടെ വരുക. അമ്മയാണ് ആദ്യത്തെ ദൈവം, അച്ഛനാണ് പിന്നെ ദൈവം, ഗുരുവാണ് പിന്നെ ദൈവം. ഈ 3 ദൈവങ്ങളെ കാണാതെ ഇന്ന് പലരും എങ്ങോട്ട് പോകും? അച്ഛനും അമ്മയുടെ അനാഥാലയത്തിലാണ്. എല്ലാവർക്കും നമസ്കാരം. കൊല്ലം ജില്ലയിലെ പട്ടാഴി ഇടമനക്കാവ് നാഗരാജ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ എല്ലാ മാസവും നടക്കാറുള്ള പ്രദോഷ പൂജയുടെ വിശേഷങ്ങളാണ് നാം കാണുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രദോഷ പൂജയ്ക്ക് എത്തുന്നത്. നാഗരാജാവും അർദ്ധനാരീശ്വരനും കുടികൊള്ളുന്ന ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങളുടെ ഒരു തിരക്കാണ് ഈ കാണുന്നത്. ഏതായാലും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഭഗവാന്റെ ചൈതന്യം അറിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ പ്രദോഷത്തിലും ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ കാര്യം. ഇവിടുത്തെ ഒരു പ്രദേശവാസിയായിട്ടുള്ള ചേട്ടനാണ്. ചേട്ടൻ ഇവിടെ ക്ഷേത്രത്തിൽ സ്ഥിരം എത്തുന്ന ആളാണ്. എല്ലാ പ്രദോഷം ഒരു 5-6 പ്രദോഷങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു അനുഭവം? അനുഭവങ്ങൾ നമ്മളെ കണ്ട് നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടായതുകൊണ്ട് ഇപ്പം പറയല്ല, വരുന്ന ജനങ്ങളെ അവരുടെ വിശ്വാസം പറയുന്നതാണ് ഏറ്റവും കാര്യങ്ങൾ. കാരണം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർക്ക് നടക്കാത്ത കാര്യങ്ങൾ കൂടെ ഒന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് അത് വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ 1-2 പ്രദോഷങ്ങൾ 3-4 പ്രദോഷം നടക്കുമ്പോൾ ഈ കാര്യങ്ങൾ സാധിക്കുന്നു. എങ്കിലും നമുക്കിവിടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സമാധാനമുണ്ട്. കാരണം ഇവിടെ ആദ്യം മുതൽ ഇവിടെ വളരെ മോശമായിട്ട് കിടന്ന ഒരു സ്ഥലമാണ്. പിന്നീട് ഇത് മറ്റ് കുറച്ച് ആൾക്കാരിത് കൈയേറാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഇവിടെയുള്ള കുറച്ച് പിള്ളേർ, ഒരു 10, 25, 30 വയസ്സുള്ള പിള്ളേർ എല്ലാം കൂടെ ഇറങ്ങി ഇതിനു വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് അവരിത്രയൊക്കെ ഓരോ കാര്യങ്ങൾ സാധിച്ചു. ആ പിള്ളേർക്കെല്ലാം ഭഗവാൻ കേട്ടതല്ല തന്നെയല്ല, ആ പിള്ളേർക്കെല്ലാം ഓരോ ഗതിയായി, എല്ലാവർക്കും ഓരോ ഗതിയായി അനുഗ്രഹിച്ചു. തന്നെയല്ല, ഇവിടെ ആര് വന്നാലും എപ്പോൾ വന്നാലും ശരി തന്നെ അതിൻ്റെ ഓരോ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ തിരുമേനി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ തിരുമേനി പറയും, ഭഗവാനോട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും.
അപ്പോൾ ആ വ്യക്തികൾ വന്ന് വീണ്ടും ഇവിടെ വന്ന് പറയുകയാണ് എൻ്റെ ഈ കാര്യം സാധിച്ചു. അപ്പോൾ വന്ന് നാനാഭാഗത്തു നിന്നും ഒരുപാട് ജനങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് നിരവധി പേരാണ് ഓരോ ദിവസം എത്തിക്കുന്നത്. കേരളത്തിൻ്റെ ഏകദേശം എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോഴും. ഇവരൊക്കെ തന്നെ ഒരുപാട് അഭിപ്രായങ്ങളാണ്. എല്ലാവരുടെയും മനസ്സിൽ പല പല പ്രാർത്ഥനകളാണ്, പല പല ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ അങ്ങ് സാധിച്ചു കൊടുക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ പ്രദോഷ പൂജയ്ക്ക് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളാണ്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവരൊക്കെ എത്തിയിരിക്കുന്നത്. നിങ്ങളൊക്കെ ഈ നാട്ടിലുള്ളവരാണോ? എല്ലാ പ്രദോഷവും പങ്കെടുക്കാറുണ്ടോ? എന്താണ് ഒരു അനുഭവം? നല്ല അനുഭവങ്ങളാണ് ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ളത്. അമ്മ ഇവിടുത്തെയാണോ? അതെ. എല്ലാവരും ഒരുമിച്ചെത്തിയതാണോ? അതെ. എങ്ങനെയാണോ ഇവിടുത്തെ ഒരു നമുക്കൊരു സമാധാനം? നല്ല മനസ്സിന് നല്ല സന്തോഷം. എങ്ങനെയാണ് അമ്മ അനുഭവം? എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നുമുണ്ട്. നമുക്കറിയാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഒരുപാട് പേരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. സാർ ഇവിടെ ഉള്ളയാണോ? ഇവിടെ അടുത്തുള്ളത്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അനുഭവം? നല്ല അഭിപ്രായം മനസ്സിന് അത്രയും സമാധാനമാണ് ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് സാറിന്റെ ഒരു അനുഭവം? കഴിഞ്ഞ മാസം പറഞ്ഞതാ ഉള്ള ആളാണ് എനിക്കറിയാം. എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ക്ഷേത്രത്തില് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രാർത്ഥനകളുമായി എത്തുന്നവരാണ്. ഇവരുടെയൊക്കെ മനസ്സിൽ പ്രാർത്ഥനകൾ ആഗ്രഹങ്ങളൊക്കെ തന്നെ ഭഗവാൻ അങ്ങ് കേൾക്കണം. ഇവിടെ ഉള്ളയാണോ? ഈ നാട്ടിലാണോ? എത്ര നാളായി ഈ പ്രദോഷത്തിന് വരുന്നത്? 4 പ്രാവശ്യം. നാലാമത്തെയാണ്. എങ്ങനെയാണ് മനസ്സിനിപ്പോൾ തോന്നുന്നത്? മനസ്സിന് നല്ല തോന്നുന്നുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നു. ും ഇവിടുത്തെ തിരുമേനിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഈ പൂജയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഭക്തജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ഫലവും ലഭിക്കുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിശ്വസിച്ച് ചെയ്താൽ അതിന് ഫലം നമുക്കുണ്ടാവും. പരീക്ഷിക്കരുത്. വിശ്വാസം വേണം. നമുക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കും. എല്ലാ കാര്യങ്ങളും അതിന് പരീക്ഷിക്കരുത്. ഭഗവാനെ വിശ്വസിച്ച് വേണം നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ തന്നെ അങ്ങ് പറയേണ്ടത്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും സാധിച്ചു തരും. അദ്ദേഹം വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങളുടെ അച്ഛനെയും അമ്മയും പൊന്നു പോലെ നോക്കിക്കേ. അവർക്ക് എന്ത് വേണേലും നിങ്ങളോട് ചോദിക്കാതെ അവർക്ക് മേടിച്ചു കൊടുത്ത് നോക്കിയേ. അവസാനം അവര് ആ ജീവൻ പിടഞ്ഞ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ നിങ്ങളെ കണ്ടു സന്തോഷിച്ച, നിങ്ങളെ കുറിച്ച് അഭിമാനിച്ച, നിങ്ങളെ ചേർത്ത് നിർത്തി നിങ്ങളുടെ കൈ പുണർന്നുകൊണ്ട് പോകുവാനിടയാകട്ടെ. നിങ്ങൾക്ക് ഗുരുവായി വർദ്ധിക്കുന്ന ആള്, നിങ്ങൾ ഗുരുസ്ഥാനീയനായി കാണുന്ന വ്യക്തിയെ ബഹുമാനിക്കുകയും ഗുരുവിനെ ഈശ്വരനായി കാണുകയും അദ്ദേഹത്തിന്റെ വാസ്തുക്കളെ അതേപടി അനുസരിക്കുകയും ചെയ്താൽ ഒരു അമ്പലത്തിലും ഒരു പള്ളിയിലും ഒരു ദേവാലയത്തിലും പോകണ്ട, നിങ്ങൾ എവിടെ ചെന്ന് ചേരും? ഈശ്വരപദത്തിലേക്കോ. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പൂജയുടെ പ്രാർത്ഥനയുടെ ഒരു അനുഭവം? നല്ല അനുഭവമാണ്. നല്ല അനുഭവമായത് നല്ല വരുന്നത്. പ്രദോഷത്തിന് എത്താറുണ്ടോ? തീർച്ചയായും ഫാമിലിയോടെയാണ് എത്തിയിരിക്കുന്നത്. ഇവരുടെ ഫാമിലിയായിട്ട് നമ്മുടെ ഒരു അനുഭവം, നമ്മുടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നടക്കുന്നുണ്ടാണല്ലോ എല്ലാവരും വരുന്നത്. തീർച്ചയായിട്ടും നടക്കുന്നുണ്ടാണ് വരുന്നത്. ഒരുപാട് പേരാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ. തീർച്ചയായിട്ടും ഈ നാട്ടിലെ ഒരു കൂട്ടം ആളുകളുടെ വലിയ പ്രയത്നം തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ പുരോഗതിയിലേക്ക് എത്തിക്കുന്നത്. പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പുരോഗതി അല്ലെങ്കിൽ ഒരുപാട് ആളുകളാണ് മുമ്പും എത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഒരുപാട് കേരളത്തിൻ്റെ പുറത്തു നിന്നുമൊക്കെ ഒരുപാട് പേരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ശക്തി അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ശക്തി പറഞ്ഞറിയിക്കാതെ വയ്യ. ഒരുപാട് പേർ സങ്കടത്തോടു കൂടി അതോടൊപ്പം സന്തോഷമൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നവരാണ്. നമസ്കാരം. ഇവിടെ ഉള്ളയാണോ? കൊടുമൺ പത്തനംതിട്ടയിൽ. അത്ര ദൂരത്തുനിന്നാണ് വന്നേക്കുന്നത്. ആദ്യമായിട്ടാണോ വരുന്നത്? എങ്ങനെയാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിഞ്ഞത്? അനിയത്തിയൊക്കെ വരുന്നുണ്ടായിരുന്നു സ്ഥിരമായിട്ട്. അവർ പറഞ്ഞു അങ്ങനെ അറിയാം. ശരിക്കും ഇവിടെ ഒന്ന് വരണം എന്ന് തോന്നി. നമ്മളുടെ ഇവിടുത്തെ ഒരു തിരുമേനിയുടെ ഒരു പ്രത്യേകത കണ്ട മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത രീതിയിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? പിന്നെ നമ്മുടെ ഉള്ളിൽ അറിയാണ്ടൊരു ഭക്തി വരും ഇത് കേൾക്കുമ്പോൾ, പുള്ളിയുടെ സംസാരം കേൾക്കുമ്പോൾ. നമ്മുടെ രോഗങ്ങളൊക്കെ തന്നെ മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള പവർ ഫീൽ ചെയ്യും.
അതെ അതെ. ആ ഒരു പ്ലസന്റ് ഓഫ് മൈൻഡാണ് അവരുടെ ആ ഒരു മുഖം കാണുമ്പോൾ തന്നെ അറിയാം അത്രത്തോളം തെളിഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് അവരത് പറയുന്നത്. കാരണം കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഒരുപാട് ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക് പോകാനായിട്ട്. പ്രദോഷ പൂജ ഏകദേശം രാത്രി 10 മണിയോട് കൂടിയാണ് തീരുന്നത്. നമസ്കാരം ചേട്ടാ, ഇവിടെയുള്ളയാണോ? അല്ല, ഇവിടെ ഞങ്ങൾ പന്തളത്തുനിന്ന് വരും. അതെ എല്ലാ പ്രദോഷത്തിനും പങ്കെടുക്കാറുണ്ട്? ഞങ്ങളിപ്പോൾ 7ാമത്തെ പ്രാവശ്യം. എങ്ങനെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഇവിടെ നിൽക്കുമ്പോൾ? നമുക്ക് നല്ല ഇതുണ്ട്, എല്ലാ മാറ്റം വരുന്നുണ്ട്, മാറ്റങ്ങളും ഉണ്ട്, ജീവിതത്തിൽ ഒരു സന്തോഷമൊക്കെ വരുന്നു. എല്ലാത്തിനും സന്തോഷമാണ്. ചേട്ടൻ ഇവിടുത്തുകാരനാണോ? ഇവിടെ എല്ലാ പ്രദോഷത്തിനും പങ്കെടുക്കാറുണ്ട്. എങ്ങനെയാണ് ഒരു അനുഭവം? ദോഷമില്ല, കാര്യങ്ങൾ നടക്കുന്നു. വിളിച്ചാ വെളിപ്പുറത്തുണ്ടോ? എന്ത് ഉരുകി പറഞ്ഞാലും കേൾക്കുന്നുണ്ട്. ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. എവിടെയാണ് സ്ഥലം? ഞങ്ങളുടെ സ്ഥലം മാവേലിക്കര. മാവേലിക്കര. ഒരുപാട് ദൂരത്തു നിന്നാണല്ലേ? എങ്ങനെയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിഞ്ഞത്? വേറെ ഒരാൾ മുഖാന്തരം അറിഞ്ഞതാണ്. അടുത്ത വീട്ടിലെ അവർ നേരത്തെ ഇവിടെ 2-3 പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്ഷേത്ര നടയിൽ നിൽക്കുമ്പോൾ എന്താണ് മനസ്സിൽ ഫീൽ ചെയ്യുന്നത്? മനസ്സിൽ നല്ല അനുഭവം, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവം. നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഭഗവാൻ കേൾക്കും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്തോരം ഭക്തജനങ്ങളാണെന്നറിയാമോ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തജനങ്ങളും പറയുന്ന അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ തവണയും ഈ ഭക്തജനങ്ങളുടെ തിരക്ക് പോലും വർദ്ധിപ്പിക്കുന്നത്. കാരണം ഓരോരുത്തരും ഓരോ അനുഭവങ്ങളും പ്രാർത്ഥനകളും നൊമ്പരങ്ങളുമായിട്ടാണ് എത്തുന്നത്. അവരുടെയൊക്കെ വിഷമങ്ങളെ തന്നെ ഇവിടുത്തെ ഭഗവാൻ ഏറ്റെടുക്കുകയാണ്. ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ മനസ്സ് നിറഞ്ഞാണ് ഇവർ ഇവിടെ നിന്ന് പോകുന്നത്. ഇവരുടെ എല്ലാ പ്രാർത്ഥനകളും ഭഗവാൻ കേൾക്കുകയാണ്, അദ്ദേഹം സാധിച്ചു കൊടുക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. അവരുടെ അനുഭവങ്ങളാണ് ശരിക്കും ഈ മണ്ണിലേക്ക് ഒരുപാട് ഭക്തജനങ്ങളെ എത്തിക്കുന്നത്. രണ്ടാമത്തെ പ്രദോഷത്തിന് അല്ലേ വരുന്നത്? ഇല്ല, ആദ്യത്തെ പ്രദോഷം. എങ്ങനെയാണ് ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിന് വലിയ സന്തോഷം. സങ്കടമുണ്ടോ? സങ്കടം ഒരുപാടുണ്ട്. മോൻ്റെ കല്യാണം കണ്ടില്ല. ഭഗവാനെ അർപ്പിക്കുക. ഭഗവാൻ സാധിച്ചു തരണം. ഭഗവാൻ മോന് വണ്ടി ഓടിക്കുക. ഭഗവാൻ നടത്തണം. ഒരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ഒരു മോനേ ഉള്ളൂ. മോടെ കല്യാണം കഴിഞ്ഞു. നമ്മൾ ജോലിയുണ്ട്, സുഖമായിട്ട് ജീവിക്കുന്നു. മോൻ്റെ ദുഃഖത്തിൽ ഒരുപാട് സങ്കടം. അച്ഛൻ മരിച്ചിട്ട് 12 വർഷം കഴിഞ്ഞ് അന്ന് തൊട്ട് ഞാൻ കൈപിടിച്ചുയർത്തുക. പ്രതീക്ഷയുണ്ട് ഭഗവാൻ കൈവിടത്തില്ല. പ്രതീക്ഷയോടെ വരുക.
ഭഗവാൻ സാധിച്ചു തരട്ടെ. ഇവിടെ എൻ്റെ നാട്, സ്വന്തം നാട് കൊല്ലമാണ്. കൊല്ലമാണ്. ആദ്യമായിട്ടാണോ ഇവിടെ? അല്ല, രണ്ട് മൂന്ന് പ്രാവശ്യമായി. ഇപ്പം 4 പ്രാവശ്യമായി. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അനുഭവം? ഇങ്ങനെ അനുഭവം നമുക്ക് ഇതുപോലെയൊക്കെയുള്ള ധാരാളം ഉണ്ട്. കേട്ടറിഞ്ഞു വന്നതാണ്. കേട്ടറിഞ്ഞും പിന്നെ ഇതുപോലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ യൂട്യൂബിൽ, അങ്ങനെയും അതുപോലെ എല്ലാവരുടെയും ഇവിടെ വരുന്നവർക്കെല്ലാം ഒരു ഇപ്പോൾ കണ്ടില്ലേ, കുഞ്ഞു കുട്ടികൾ വരെയും ആണും പെണ്ണും പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവമാണ്. ആണും പെണ്ണും വ്യത്യാസമില്ലാതെ അതാണ്. ഓരോ ദിവസവും ശരിക്കും ഇവിടെ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് കൂടി വരികയാണ്. എങ്ങനെയാണ് അമ്മയുടെ ഒരു അനുഭവം? എൻ്റെ അനുഭവം എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇപ്പം നേരത്തേക്കാട്ടിലൊക്കെ ശകലം മാറ്റമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. മാനസികമായിട്ടൊക്കെ ഒരു സന്തോഷം, മനസ്സ് ഒരു നമുക്ക് കുടുംബമായിട്ടൊരു ചെറിയ തൃപ്തിയൊക്കെ ഉണ്ട്, സമാധാനമുണ്ട്. സമാധാനമുണ്ട്. എവിടുന്നാ വരുന്നേ? ഞാനോ പുല്ലൂരിന്ന്. ആരാ കൂടെയുള്ളേ? എൻ്റെ അപ്പ. ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? എങ്ങനെയാണോ ഒരു എക്സാം ടൈം അല്ലേ, കഴിഞ്ഞോ? കഴിഞ്ഞു. വെക്കേഷൻ അല്ലേ, എന്ത് ചെയ്യുവാ? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ല്. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിച്ചോ? റിസൾട്ടൊക്കെ അടിപൊളിയായിരുന്നോ? റിസൾട്ട് വന്നില്ല. CBSE ആണോ? CBSE. ആദ്യമായിട്ടാണോ ഇവിടെ? അല്ലല്ല, എത്ര തവണയാ? 10 10ാമത്തെ. ഇവിടുത്തെ ആളാണ് സ്ഥിരം. എല്ലാ പ്രദോഷ പൂജയ്ക്കും വരാറുണ്ട്? ഉണ്ട്. എങ്ങനെയാണ് ഒരു അനുഭവം? ഞാൻ വന്നതിന് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് ഭഗവാൻ. ഉണ്ട്. ഇതാരാണ് അമ്മയുടെ ലൈഫിലുണ്ടായ ഒരു മാറ്റം? 10 തവണ ആയല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു അനുഭവം പറയാമോ? എൻ്റെ അനുഭവം പറയാനാണെങ്കിൽ എനിക്കുള്ള 2 കുഞ്ഞുങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 2 പേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. അത് നേരത്തെ ഉള്ള പിന്നെ ഒരു കുഞ്ഞിന് ജോലിയായി. ഒരു കുഞ്ഞിപ്പം പരീക്ഷയൊക്കെ ടെസ്റ്റൊക്കെ എഴുതിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ഫലമായി വരുന്നു. മെതുകുമേല് പട്ടാഴി തന്നെ ഇവിടെ സ്ഥിരം വരുന്ന ആളാണ്. എന്താ പേര്? ദേവനന്ദ. എന്ത് ചെയ്യാ? ഞാൻ പഠിക്കാം. എത്ര ക്ലാസ്സിലാണ്? 6th-ല്. ഓക്കെ. അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നോ? ഇല്ല, വരും. ഓക്കെ. അപ്പോൾ കാത്തിരിക്കുകയാണ്. പ്രാർത്ഥനയൊക്കെ ഉണ്ട് ഒരുപാട്. ഇവിടെ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടല്ലേ? എത്രാമത്തെ പ്രദോഷ പൂജ എടുക്കുന്നത്? അങ്ങനെ പറയാൻ എനിക്ക് പറ്റത്തില്ല, കാരണം ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ ഉണ്ട്. എടുക്കുന്നുണ്ട്. എന്താണ് മനസ്സിനിപ്പോൾ? ഭയങ്കര സന്തോഷം, ഭയങ്കര ആശ്വാസം. ചേച്ചി ആശ്വസിപ്പിക്കത്തക്ക രീതിയിൽ എന്ത് അനുഭവമാണ് ഉണ്ടായത്? കാരണം ഞാൻ പ്രദോഷ പൂജയ്ക്കായിട്ട് എല്ലാ പ്രദോഷ പൂജയിലും ഞാനത് പൂജ ചെയ്യാറുണ്ട്. അന്ന് പ്രത്യേകിച്ചൊന്നുമല്ല എൻ്റെ ഒരു മനസ്സന്തോഷം. പക്ഷെ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് സന്തോഷം കിട്ടാറുണ്ട്. ഞാൻ ആഗ്രഹിച്ചത് പെട്ടെന്നില്ലെങ്കിലും കുറേശ്ശെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അത്ര വിശ്വാസമാണ്. ഭയങ്കര വിശ്വാസം. ഇനി എന്തെന്ന് പറഞ്ഞാലും ഇവിടെ ഓടിയെത്തും. ഓക്കെ, എല്ലാ പ്രദോഷത്തിനും. यजामहे सुगन्धिं पुष्टिं वर्धनाम् उर्वारुकमिव बन्धनान् मृत्यो मृक्षयमामृतात् ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिं वर्धनाम् उर्वारुकमिव बन्धनान् मृत्यो मृक्षयमामृतात् ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिं वर्धनाम् उर्वारुकमिव बन्धनात् मृत्यो मृक्षयमामृतात् ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिं वर्धनात् उर्वारुकमिव बन्धनात् मृत्यो मृक्षयमामृतात् ഇടമനക്കാവ് അർദ്ധനാരീശ്വര നാഗരാജ ക്ഷേത്രത്തിലെ പ്രദോഷ പൂജയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. നിത്യവും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ നാമജപത്താൽ മുഖരിതമായിരിക്കുകയാണ്. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിലുവനിത്സൻ, വിസ്മയ ന്യൂസ്.